ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുന്നാസി അശദ്ദുൽ ബല, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് ആരാണ്? ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ അംബിയ, അംബിയാക്കന്മാരാണ് എന്നുള്ളത്. ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തിട്ടുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത് അവർക്ക് കൃത്യമായ ദിവ്യ സന്ദേശം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്ന റൂട്ടിലൂടെ സഞ്ചരിച്ച് അതേ മാർഗത്തിൽ ജീവിച്ച് അതേ മാർഗത്തിൽ മരണപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്ന ആ പ്രവാചകന്മാരാണ് ദുനിയാവിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടവർ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുമ്മൽ അംസലു ഫൽ അംസൽ, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പിന്നീട് അവരെ പോലെയുള്ളവരാണ്, അതേപോലെ തന്നെ പിന്നീട് അവരെ പോലെയുള്ളവരാണ് എന്ന്. ഫയുബ്തല അർറജുലു അലാ ഹസ്ബി ദീനിഹി, ഓരോരുത്തരും അവന്റെ മതത്തിനനുസരിച്ച് പരീക്ഷിക്കപ്പെടുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് നമുക്ക് പ്രയാസം നേരിടുമ്പോൾ അമ്പിയാക്കൾ ചെയ്തത് എന്താണോ അത് തന്നെയാണ് പ്രിയമുള്ളവരെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ശാരീരികമായ പ്രയാസം ഉണ്ടാകുമ്പോൾ, മക്കളുടെ വിഷയത്തിൽ പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ, സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, അവിടെയൊക്കെ അമ്പിയാക്കന്മാർ അവരുടെ ജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധികൾ എങ്ങനെ നേരിട്ടുവോ അങ്ങനെ നേരിടുകയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നോക്കൂ നിങ്ങൾ, എന്തായിരുന്നു പ്രവാചകന്മാര് ചെയ്തിരുന്നത്? എന്താണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ നേരിട്ടത്? അമ്പിയാക്കന്മാരാണ്, പ്രവാചകന്മാരാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ അത് തരണം ചെയ്തുകൊണ്ട് നിരാശയില്ലാതെ അവർ മുന്നോട്ട് നയിക്കാൻ പ്രേരണയായത് എന്താണ്? അവരെന്താണ് അത്തരം സിറ്റുവേഷനിൽ അവരെങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്തത് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ 21-ാം അധ്യായം സൂറത്തു അംബിയ, അതിലെ അംബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകന്മാരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ അർത്ഥം. ആ സൂറത്തു അംബിയയിൽ പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. നൂഹ് നബിനെ കുറിച്ച്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, ലൂത്ത് നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, അങ്ങനെ ഒട്ടനവധി പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അംബിയയിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിലൊന്നാമത്തേത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അഗ്നികുണ്ഡാരത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പ്രിയമുള്ളവരെ, വല്ലാത്ത ഒരു പ്രതിസന്ധിയായിരുന്നു, വല്ലാത്ത ഒരു പരീക്ഷണമായിരുന്നു അത്. അത്തരം പരീക്ഷണങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നോക്കൂ നിങ്ങൾ, അവിടുന്ന് കൃത്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധനക്കർഹനെന്നും അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്നുള്ള കൃത്യമായ തൗഹീദ് പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ, സ്വർഗത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചതിന്റെ പേരിൽ, അതേപോലെ തന്നെ യഥാർത്ഥ ആദർശം പറഞ്ഞതിന്റെ പേരിൽ, സത്യം ആളുകൾക്ക് മുമ്പിൽ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ ആളുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമ കുരുക്കിയത് വലിയ തീക്കുണ്ടാരമായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ സൂറത്തു അംബിയയിലെ 68, 69, അതേപോലെ തന്നെ 70, 71 ആയത്തുകളിൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഖാലു ഹർഖൂഹു വൻസുറു ആലിഹതകും ഇൻ കുൻതും ഫാഇലീൻ, നിങ്ങൾക്ക് വല്ലതും ചെയ്യാനാകുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഹർഖൂഹു, നിങ്ങൾ ഇബ്രാഹീമിനെ കരിച്ചു കളയണമെന്ന് അവരോട് പറയുകയാണ് സമൂഹം. അതേപോലെ തന്നെ വൻസുറു ആലിഹതകും, നിങ്ങൾ നിങ്ങളുടെ ആരാധ്യന്മാരെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളത് അവർ പറഞ്ഞു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അന്നു പ്രായമെന്ന് പറയുന്നത് 16 വയസ്സാണ്. 16 വയസ്സുള്ള ചെറുപ്പക്കാരൻ, തന്റെ ബാബിലോണയിലെ സമരവീര്യൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനെ നേരിട്ട ചരിത്രം, അതിനെ നേരിട്ടത് എങ്ങനെയാണ് എന്ന് തൊട്ടടുത്ത ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരും, നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, നേരിട്ട് പോലും അതിലേക്ക് അടുക്കാൻ കഴിയാത്ത അത്രക്കുള്ള വലിയ തീക്കുണ്ടാരമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് വേണ്ടി അവർ കത്തിച്ചിരുന്നത്. ദിവസങ്ങളോളം അത് കത്തിച്ചിരുന്നു എന്ന് ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. തഫ്സീർ
തഫ്സീറുകളിൽ നമുക്ക് പരിശോധിക്കുകയാണ് എങ്കിൽ നമുക്ക് കാണാൻ കഴിയും, നേരിട്ട് ഇടാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അത്രക്ക് വലിയ തീജ്വാലയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ കരിക്കാൻ വേണ്ടി അവർ തയ്യാറായിട്ടുള്ളത്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശത്ത് നിന്ന് വട്ടമിട്ടു പറക്കുന്ന പറവകൾ വരെ കരിഞ്ഞതിലേക്ക് വീഴുമാർ തീഗോളങ്ങൾ ആകാശത്തേക്ക് ഉയരുന്നിരുന്നു എന്ന് നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നേരിട്ടിടാൻ കഴിയാത്തതുകൊണ്ട് കവണ ഉപയോഗിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ അതിലേക്ക് അവർ എറിഞ്ഞിരുന്നത് എന്ന് അവിടുന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പക്ഷേ പ്രിയമുള്ളവരെ, അത്രക്കും വലിയ തീജ്വാലയുണ്ടായപ്പോഴും എന്താ ഉണ്ടായത്? ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം വഅറാദു ബിഹി കൈദൻ ഫജഅൽനാഹുമുൽ അഖ്സരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് തീയിനോട് പറഞ്ഞു, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, തീയെ നീ ഇബ്രാഹിമിന് തണുപ്പും സമാധാനവും നൽകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീയിനോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, അവിടെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നുണ്ട്. എന്നിട്ട് സഹായം വേണോ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് ചോദിക്കുമ്പോൾ വേണ്ടെന്ന് പറയുകയും അവിടുന്ന് ജിബ്രീൽ പറയുന്നുണ്ട്, എങ്കിൽ നിങ്ങൾ നിങ്ങളെ റബ്ബിനോട് ചോദിച്ചു കൊള്ളുക എന്ന് പറയുകയും, എന്റെ റബ്ബിനോട് ചോദിക്കാതെ തന്നെ എന്റെ പ്രയാസങ്ങൾ അറിയുന്നവനാണ് എന്റെ റബ്ബ് എന്നും എന്റെ റബ്ബ് എന്നെ സഹായിക്കുമെന്നും ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് പറയുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. എത്രത്തോളം വലിയ തീക്കുണ്ടാരമായിരുന്നു എന്നല്ലേ നമുക്ക് ചരിത്രങ്ങളിൽ വായിച്ചെടുക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, അവിടുന്ന് നമ്രൂദ് വന്നു നോക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ തീക്കുണ്ടാരത്തിലേക്ക് ഇട്ടതിന് ശേഷം നമ്രൂദ് വന്നു നോക്കുന്നുണ്ട്, കരിഞ്ഞു പോയിട്ടുണ്ടോ ഇബ്രാഹിം എന്ന്. അവിടെ വന്നു നോക്കുമ്പോ അതിലെ ഒരു തീപ്പൊരി നമ്രൂദിന്റെ മേത്തേക്ക് തെറിക്കുകയും തന്റെ വിരൽ തന്നെ നശിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അത്രക്കും വലിയ തീകുണ്ടാരമായിരുന്നു, തീഗോളമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക് വേണ്ടി ആ നാട്ടുകാരൊരുക്കിയിരുന്നത്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെയ്യാത്ത സ്ത്രീകൾ, വാർദ്ധക്യത്തിലെത്തിയ സ്ത്രീകൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ കരിക്കാൻ വേണ്ടി വിറകുകൾ വരെ നേർച്ച ചെയ്തിരുന്നു എന്നുള്ളതാണ്. അത്രക്കും അനാചാരത്തിലും അതേപോലെ തന്നെ അവിശ്വാസത്തിലും അതേപോലെ തന്നെ ശിർക്കൻ വിശ്വാസത്തിലും കഴിഞ്ഞിരുന്ന ഒരു സമൂഹമായിരുന്നു. അവിടെ 16-കാരനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അല്ലാഹു മദി എന്ന പ്രഖ്യാപനത്തോടുകൂടി അവിടുന്ന് നമ്രൂദിന്റെ കയ്യിന്റെ വിരൽ നശിക്കുമാർ വലിയ തീകുണ്ടാരത്തിൽ നിന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പുറത്തു വന്നു എന്നുള്ളത് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്ന യാഥാർത്ഥ്യമാണ്. എങ്ങനെ കഴിഞ്ഞു പ്രിയമുള്ളവരെ? അത്രക്കും വലിയ ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ നേരിടുന്ന കുടുംബ പ്രശ്നത്തിലുണ്ടോ? നമ്മൾ നേരിടുന്ന ആരോഗ്യപരമായിട്ടുള്ള പ്രതിസന്ധിയിലുണ്ടോ? നമ്മൾ മക്കളുടെ വിഷയത്തിൽ ടെൻഷൻ അടിക്കുമ്പോൾ അത്ര വലിയ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ പ്രിയമുള്ളവരെ? പക്ഷേ അവിടുന്ന് തിരിച്ചൊരു പോറൽ പോലും കേൾക്കാതെ തിരിച്ചു വരാൻ കഴിഞ്ഞത് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും അതേപോലെ തന്നെ റബ്ബിലുള്ള തവക്കുലും തഖ്വയുമായിരുന്നു എന്നുള്ളത് നമ്മളെ പ്രമാണങ്ങളും പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവിടുന്ന് നമുക്ക് കാണാൻ കഴിയും, ഏത് സങ്കടങ്ങളും സന്തോഷങ്ങളാക്കി മാറ്റാൻ കഴിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഏതു പ്രതിസന്ധിയെയും മറിക്കാൻ കഴിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഏത് രോഗത്തെയും പിന്നീട് ആരോഗ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഏതു ദാരിദ്ര്യത്തെയും ധന്യതയിലേക്ക് എത്തിക്കാൻ കഴിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. രാവിനെ പകലാക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. തീയിന്റെ ധർമ്മം എന്ന് പറയുന്നത് ചൂടാണ് എങ്കിൽ അതിനെ തണുപ്പാക്കി മാറ്റിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് പ്രതിസന്ധി ഏതേത് നിന്റെ ജീവിതത്തിലുണ്ടോ, ചോദിക്ക് റബ്ബിനോട്. അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തേ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അചഞ്ചലമായ വിശ്വാസമുണ്ടോ? ശിർക്കില്ലാതെ തൗഹീദ് ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടോ? അള്ളാഹുവിനോട് ചോദിക്കാൻ തയ്യാറുണ്ടോ? പ്രതിസന്ധികൾക്ക് പരിഹാരമേകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചിരുന്നു. എന്താ ഉണ്ടായത്? വനജ്ജൈനാഹു വലൂതൻ ഇലൽ അർളില്ലതി ബാറക്നാ ഫീഹാ ലിൽ ആബിദീൻ.
സൂറത്തു അംബിയയിലെ 71-ാമത്തെ ആയത്ത്, വനജ്ജൈനാഹു, അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി, വലൂതൻ, ലൂത്ത് നബി അലൈഹിസ്സലാമയെയും, ഇലൽ അർളില്ലതി ബാറക്നാ ഫീഹാ ലിൽ ആലമീൻ, ലോകർക്ക് വേണ്ടി നാം അനുഗ്രഹീതമാക്കിയിട്ടുള്ള ഒരു നാട്ടിലേക്ക് നാം അവരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും ലൂത്ത് നബി അലൈഹിസ്സലാമയും ധാരാളം യാത്ര ചെയ്തിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ അവർ താമസമുറപ്പിച്ചത് പിന്നീട് ഷാമിലായിരുന്നു. അവിടേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയത് എന്ന് മുഫസ്സിരീങ്ങളെല്ലാം ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും. ഷാം എന്ന് പറയുന്നത് വലിയ ജനപ്രദേശമുള്ള നഗരമായിരുന്നു. ഒരുപാട് പ്രവാചകന്മാർ ഉടലെടുത്തിട്ട പ്രദേശമായിരുന്നു. തൗറാത്തും ഇഞ്ചീൽ പോലെയുള്ള വേദഗ്രന്ഥങ്ങൾ അവതീർണമായത് ആ നാട്ടിൽ നിന്നാണ്. ഇവർക്ക് ശേഷം പിൽക്കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ കടന്നു വന്നതും ഈ ഷാമിൽ നിന്നാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മസീഹുദ് ദജ്ജാലിനെ കൊല്ലുന്നതും ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങുന്നതും ബൈത്തുൽ മഖ്ദസ് സ്ഥിതി ചെയ്യുന്നതും ഈ പ്രദേശത്താണ് എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇത്രക്കും വലിയ പ്രതിസന്ധിയിൽ നിന്ന് തന്റെ വിശ്വാസവും അള്ളാഹുവിലുള്ള തവക്കുലും റബ്ബിനെ സഹായിക്കാൻ മതിയാകുന്നവനാണ് എന്നുള്ള ആ ബോധ്യത്തോടുകൂടി മുന്നോട്ട് പോയപ്പോ ആ വലിയ പ്രതിസന്ധിയിൽ നിന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് സംരക്ഷണം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എങ്കിൽ വിശ്വാസം ക്ലിയർ ആക്കിക്കൊണ്ട് ഏതേതു പ്രതിസന്ധിയുണ്ട്, ചെറുതാകട്ടെ വലുതാകട്ടെ, ഒരു കാരണവശാലും ഈ പ്രതിസന്ധി നീങ്ങില്ലെന്ന് നീ വിചാരിക്കുന്നതുണ്ടോ? ചോദിക്ക റബ്ബിനോട്. മാറ്റിമറിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് അംബിയായിലൂടെ നമ്മൾ ഒന്നും കൂടി മുന്നോട്ട് സഞ്ചരിക്കുകയാണ് എങ്കിൽ സ്വർഗ്ഗഭോഗികളായിരുന്ന നാട്ടിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകിയ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. വലൂതൻ ആതൈനാഹു ഹുക്മൻ വഇൽമ വനജ്ജൈനാഹു മിനൽ ഖറിയത്തി അല്ലതി കാനത് തഅലമുൽ ഖബാഇസ് ഇന്നഹും കാനൂ ഖൗമ സൗഇൻ ഫാസിഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലൂത്ത് നബി അലൈഹിസ്സലാമക്ക് നാം വിധികർത്തൃത്വവും അതേപോലെ തന്നെ ഇൽമും നൽകുകയുണ്ടായി. വനജ്ജൈനാഹു, അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി. മിനൽ ഖറിയത്തി അല്ലതി കാനത് തഅലമുൽ ഖബാഇസ്, അതായത് ആ ദുഷിച്ച വൃത്തികൾ ചെയ്യുന്ന ആ നാളുകളിൽ നിന്ന് ലൂത്ത് നബി അലൈഹിസ്സലാമയെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. ഇന്നഹും കാനൂ ഖൗമ സൗഇൻ ഫാസിഖീൻ, അവർ ധിക്കാരികളായിട്ടുള്ള ഒരു ദുഷിച്ച ജനതയായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഏറ്റവും മോശപ്പെട്ട ജനത, ഇന്നവരെ മനുഷ്യകുലത്തിൽ കണ്ടിട്ടില്ലാത്ത തിന്മയായിരുന്നു ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിൽ അവിടെ കണ്ടിരുന്നത്. പുരുഷനെ തന്റെ ഇംഗിതത്തിനും തന്റെ ലൈംഗികപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ അരികിലേക്ക് കടന്നു വന്ന മലായിക്കത്തുകൾ വരെ അതിനുവേണ്ടി അന്വേഷിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്റെ പെൺമക്കളെ പകരം നൽകാമെന്ന് ലൂത്ത് നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്. സ്വന്തം ഭാര്യ വരെ അവർക്ക് കൂട്ടുനിന്നവരായിരുന്നു എന്നുള്ളത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഇന്ന് 6-ാം നൂറ്റാണ്ടിന്റെ ആദർശം പിടിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതേ തിന്മ 6-ാം നൂറ്റാണ്ടും കഴിഞ്ഞ് അതിനേക്കാൾ പിന്നിലേക്ക് ഇന്നത്തെ ആധുനിക യുഗം എന്ന് പറയുന്ന ഞങ്ങളാണ് ഏറ്റവും ടോപ്പ് ആളുകൾ എന്ന് അവകാശവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിനേക്കാൾ മുമ്പുള്ള കാലങ്ങളിലേക്ക് യൂട്ടേൺ അടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ സമൂഹത്തിൽ നിന്നും ലൂത്ത് നബി അലൈഹിസ്സലാമയെ രക്ഷപ്പെടുത്തി അവിടെ ചെറുത്തു നിൽക്കുന്ന ലൂത്ത് നബി അലൈഹിസ്സലാമയും ചുരുക്കം ചില ആളുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. നോക്കൂ നിങ്ങൾ, ഒരു നാട് മുഴുവൻ ഇതിന്റെ പിന്നാലെ ഓടുമ്പോൾ അരുതെന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രം വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. അങ്ങനെ ഒരു പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട് പ്രിയമുള്ളവർ നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഉണ്ട് എങ്കിൽ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയാൽ രക്ഷപ്പെടുത്തുമെന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ബഹറുൽ മയ്യത്തിന്റെ ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. തീർന്നില്ല, സൂറത്ത് അംബിയായിലൂടെ ഒന്നുകൂടി മുന്നോട്ട് പോകുമ്പോൾ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടിയ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രമുണ്ട്. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയദ്ദുർറു വഅൻത അർഹമുർ റാഹിമീൻ فاستجبنا له فكشفنا ما به من الضر وآتيناه أهله ومثله معهم رحمة من عندنا وذكرى للعابدين.
സൂറത്തു അംബിയയിലെ 83-84 വചനം നോക്കൂ നിങ്ങൾ. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയദ്ദുർ. അല്ലേ, അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ കഷ്ടപ്പാട് ബാധിച്ചവനായിരിക്കുന്നു, എനിക്ക് കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു റബ്ബേ എന്ന്. വഅൻത അർഹമുർ റഹീമീൻ, നീയാണ് കാരുണ്യകരിൽ ഏറ്റവും നന്നായി കാരുണ്യം നൽകുന്നവനെന്ന് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. നോക്കൂ നിങ്ങൾ, വലിയ ധനാഢ്യനായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. തന്റെ സമ്പത്ത് നഷ്ടമായി, തന്റെ മക്കൾ നഷ്ടമായി, തന്റെ കുടുംബം നഷ്ടമായി, തന്റെ ശാരീരികമായ എല്ലാ പ്രയാസങ്ങളും ഉണ്ടായി. അവിടുന്ന് ആ നാട്ടിലെ ഒരു മൂലയിലേക്ക് മാറ്റിടപ്പെട്ടു മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമയെ. തന്റെ ഭാര്യയല്ലാതെ മറ്റാരും കൂട്ടിനില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു അത്. അങ്ങനെ ഒരു പ്രതിസന്ധി പ്രിയമുള്ളവരെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? തന്റെ ഭാര്യ മാത്രം കൂട്ടിനുണ്ടാകുന്ന ഒരു നാട്ടിലെ ഒരാൾ പോലും ഒരാശ്വാസത്തിന്റെയോ ഒരു സമാധാനത്തിന്റെയോ സംസാരം പോലും സംസാരിക്കാൻ അടുത്തു വരാത്ത ഒരു സാഹചര്യം നമുക്ക് തഫ്സീറുകളിൽ കാണാൻ കഴിയും. പിന്നെ പഴയ ബൈബിളിൽ, പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. സ്വഹീഫത്തു ഇയ്യൂബ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും. അതിൽ ഇയ്യൂബിന്റെ പുസ്തകം എന്ന നിലയ്ക്ക് പഴയ ബൈബിളിൽ അവിടെ അമാനി മൗലവിയും അതേപോലെ തന്നെ തഫ്സീറുകളിലുമൊക്കെ ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് എടുത്തു കൊടുക്കും നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് പറയുന്നുണ്ട്, അയ്യൂബ് നബി അലൈഹി ഇസ്ലാമക്ക് 7 ആൺമക്കളും 3 പെൺമക്കളുമായിരുന്നു ഉണ്ടായിരുന്നത്. 7000 ആടുകളും 3000 ഒട്ടകങ്ങളും 1000 കാളകളും ഭാരം ചുമക്കാൻ കഴിയുന്ന 500 കഴുതകളും ഉണ്ടായിരുന്നു. വലിയ ധനാഢ്യനായിരുന്നു. മക്കൾ മരണപ്പെട്ടു. അതേപോലെ തന്നെ എല്ലാം തന്നെ നശിച്ചു. അവിടുന്ന് പിന്നീട് അള്ളാഹുവിന്റെ സഹായമുണ്ടാകുകയും അങ്ങനെ മുഴുവൻ 140 വർഷം അദ്ദേഹം ജീവിച്ചു എന്നും 4 തലമുറയെ കാണാനുള്ള ഭാഗ്യമുണ്ടായി എന്നുമൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, എന്താ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത്? ഇന്നി മസ്സനിയദ്ദുർ, ഞാൻ കഷ്ടപ്പാട് ബാധിച്ചവനായിരിക്കുന്നു എന്നാണ് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്. കഷ്ടപ്പാട് എനിക്ക് ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നെ കഷ്ടപ്പെടുത്തി എന്നല്ല പറഞ്ഞത്. ഞാൻ എന്തിനാണ് എന്നെ കഷ്ടപ്പെടുത്തുന്നത് എന്നല്ല റബ്ബിനോട് ചോദിച്ചത്. ഞാൻ അല്ലാഹുവേ, നീ തെരഞ്ഞെടുത്തിട്ടുള്ള നിന്റെ പ്രവാചകനാണല്ലോ, നിന്റെ വഹിയുമായി കടന്നു വന്നവനാണല്ലോ, എന്നിട്ട് എന്നെ പ്രയാസപ്പെടുത്തുന്നത് എന്നല്ല പറഞ്ഞത്. നേരെ മറിച്ച് പ്രയാസത്തിന്റെ തീച്ചൂളയൂടെ പോകുമ്പോഴും ഞാൻ കഷ്ടപ്പാട് ബാധിച്ചവനായിരിക്കുന്നു റബ്ബേ. വഅൻത അർഹമുർ റഹീമീൻ, നീനാണ് കാരുണ്യവാരിൽ ഏറ്റവും നന്നായി കാരുണ്യം നൽകുന്നവൻ. അതുകൊണ്ട് റഹ്മാനെ, ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമെന്ന് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോ എന്താ ഉണ്ടായത്? ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം നൽകി. ഫകശഫ്നാ മാ ബിഹി മിനദ്ദുർ, തനിക്ക് ബാധിച്ച ആ കഷ്ടപ്പാട് അല്ലാഹു സുബ്ഹാനഹു വതആല നീക്കി. വആതൈനാഹു അഹ്ലഹു, തന്റെ കുടുംബത്തെ തനിക്ക് നൽകി. വമിത്ലഹും മഅഹും, അതേപോലെയുള്ളത് വീണ്ടും അല്ലാഹു നൽകി. അതോടൊപ്പം എന്ന് വിശുദ്ധ ഖുർആൻ എങ്ങനെ റഹ്മതൻ മിൻ ഇൻദിനാ, നമ്മുടെ അരികിൽ നിന്നുള്ള റഹ്മത്ത് കൊണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട്, അൻത അർഹമുർ റഹീമീൻ, നീയാണ് കാരുണ്യകരിൽ ഏറ്റവും വലിയ കാരുണ്യവാനെന്നും റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പം അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം മഹാനായ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമക്ക് തിരിച്ചു നൽകി എന്നുള്ളതാണ്. ഒരു ചെക്കപ്പിന് പോയിട്ട് പ്രിയമുള്ളവരെ ഹാർട്ട് പേഷ്യന്റ് ആണ് എന്നും അതല്ലെങ്കിൽ പിന്നെ ക്യാൻസറിന്റെ തുടക്കമാണ് എന്നും സെക്കൻഡ് സ്റ്റേജ് ആണ് എന്നൊക്കെ പറയുമ്പോൾ നിരാശ കൊണ്ട് തിരിച്ചു പോരേണ്ടവനല്ല. ഒരു മൂലയിലേക്ക് ഒതുക്കപ്പെട്ടപ്പോഴും നിരാശയില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ട് പൂർണ്ണ ശഫയോടുകൂടി പിന്നീടും കാലങ്ങളോളം ജീവിച്ച അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ എന്തിന് പ്രിയമുള്ളവരെ, ഒരു രോഗം വരുമ്പോൾ നിരാശപ്പെട്ടുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരു മൂലയിലിരിക്കണം? എല്ലാ രോഗവും നിമിഷം കൊണ്ട് മാറ്റാൻ കഴിയുന്ന റബ്ബുണ്ട് നമുക്ക് മുന്നിൽ. ഒരു മെഡിസിന്റെ പോലും സഹായമില്ലാതെ പ്രാർത്ഥന കൊണ്ട് മാത്രം മാറ്റാൻ കഴിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. എന്തിനു നമ്മൾ പേടിക്കണം? അതിനർത്ഥം ഡോക്ടറെ കാണിക്കണ്ടെന്നോ മെഡിസിൻ എടുക്കണ്ട എന്നൊന്നുമല്ല. നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം.
അതോടൊപ്പം അതിനു മുമ്പായി അള്ളാഹുവിലേക്ക് നമ്മൾ തവക്കുൽ ചെയ്ത് റബ്ബിനോട് ഈ കാര്യം ഏറ്റുപറയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു കാലിൽ മുള്ളു തറച്ചാൽ പോലും സങ്കടപ്പെടേണ്ടതില്ല. നോക്കൂ നിങ്ങൾ, നാളെ പാരത്രിക ലോകത്ത് രോഗികൾക്ക് പ്രതിഫലം കൊടുക്കുന്നത് കണ്ടുകൊണ്ട് രോഗമില്ലാത്തവർ കൊതിച്ചു പോകുമെന്നാണ് നമ്മളെ ചരിത്രം പഠിപ്പിച്ചിരുന്നത്. രോഗാവസ്ഥയിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ള പ്രതിഫലങ്ങൾ എനിക്ക് കൂടി അന്ന് അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് മനുഷ്യൻ കൊതിക്കും. അതിനർത്ഥം നമ്മൾ ഇവിടുന്ന് രോഗം ഉണ്ടാവാൻ വേണ്ടി ആഗ്രഹിക്കണമെന്നല്ല. ഒരു വിശ്വാസിക്കൊരു രോഗമുണ്ടാകുമ്പോൾ, ഒരു പ്രയാസമുണ്ടാകുമ്പോൾ അതിലൂടെ അവന് പ്രതിഫലം നൽകുമെന്ന് പഠിപ്പിക്കപ്പെട്ട മതത്തിന്റെ അനുയായികളാണ് പ്രിയമുള്ളവരെ നമ്മൾ. അതുകൊണ്ട് നിരാശരാകേണ്ടതില്ല. ഒരു പനി വന്നു കഴിഞ്ഞാൽ, ഒരു ക്യാൻസർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, ഇനി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിരാശരായി സമൂഹത്തിൽ നിന്ന്, ആളുകൾക്കിടയിൽ നിന്ന് ഉൾവലിഞ്ഞുകൊണ്ട് ഒരു റൂമിന്റെ ഒതുങ്ങിത്തീരേണ്ടവരല്ല നമ്മൾ. നേരെ മറിച്ച് ഞാൻ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധികൾക്ക് റബ്ബിനിക്ക് പ്രതിഫലം നിശ്ചയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതേതു പ്രതിസന്ധികളും അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവരെയൊക്കെ പ്രാർത്ഥന സ്വീകരിക്കാൻ ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് അത് വിശ്വാസമാണ്. ആ വിശ്വാസം ക്ലിയർ ആയിട്ടുണ്ടോ? ഏതു പ്രതിസന്ധിയും റബ്ബിനോട് നമ്മൾ പറഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. സൂറത്ത് അംബിയായിലൂടെ നമ്മൾ ഒന്നുകൂടി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ മഹാനായ ദന്നൂൻ പ്രവാചകന്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം, മത്സ്യത്തിന്റെ ആൾ ദന്നൂൻ എന്ന പേരിൽ വിശുദ്ധ ഖുർആൻ നമ്മൾ ആ പ്രവാചകനെ പരിചയപ്പെടുത്തും നമുക്ക് കാണാൻ കഴിയും. വദന്നൂനി ഇദ് ദഹബ മുഗാളിബൻ ഫദന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിദ്ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗമ്മി വകദാലിക നുൻജിൽ മുഅ്മിനീൻ. സൂറത്തു അംബിയയിലെ 87, 88 വചനങ്ങളാണ്. നോക്കൂ നിങ്ങൾ, അവിടുന്ന് നമുക്കറിയാം പഴയ കാലത്ത് അറബി ഭാഷയിൽ മത്സ്യത്തിന് നൂൻ എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നും വലിയ തിമ്മിങ്ങലം പോലെയുള്ള മത്സ്യങ്ങൾക്കും ഇന്നും നൂൻ എന്ന് തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. ആ മത്സ്യത്തിന്റെ, ആ അത്രക്കും വലിയ മത്സ്യത്തിന്റെ പിന്നെ അകത്തായിരുന്നു മഹാനായ യൂനുസ് ഇബ്നു മത്താ എന്നറിയപ്പെടുന്ന പ്രവാചകൻ അലൈഹിമുസ്സലാം ജീവിച്ചിരുന്നത്. അല്ലെങ്കിൽ 2-3 ദിവസം കഴിച്ചു കൂട്ടി എന്നൊക്കെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ശിർക്കിൽ കഴിഞ്ഞിരുന്ന ഒരു സമൂഹം മൂസൽ ദേശത്തുള്ള നീനവ എന്ന് പറയുന്ന നാട്ടിലേക്ക് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമയെ തൗഹീദ് പ്രബോധനം ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുകയാണ്. തികച്ചും അന്ധകാരത്തിലും അവിശ്വാസത്തിലും ജീവിച്ചിരുന്ന സമൂഹം, ആ സമൂഹത്തെ പലയൊരു മഹാനായ യൂനുസ് നബി അലൈഹി ഇസ്ലാം ദഅവത്ത് നടത്തി. പക്ഷേ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തയ്യാറായില്ല. ഇദ്ദഹബ മുഗാളിബ, അങ്ങനെ ക്ഷുഭിതനായിക്കൊണ്ട് അവിടുന്ന് യൂനുസ് നബി അലൈഹി ഇസ്ലാം തന്നിലേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിക്കാതെ, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തം അത് പാതി വഴിയിൽ അവസാനിപ്പിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. കപ്പൽ കയറി നാട് കടക്കാനുണ്ടായി. ആ സമയത്ത് ആളുകൾക്ക് ബോധോദയം ഉണ്ടാവുകയും അവരെല്ലാവരും ഒരു മരുഭൂമിയിലേക്ക് തന്റെ മൃഗങ്ങളെയും കൂട്ടി വന്നുകൊണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്തു എന്നും ആ പശ്ചാത്താപം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു എന്നും ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ കപ്പലിൽ കയറിയപ്പം, കപ്പലിന് ഭാരം കൂടിയപ്പം ഒരാൾ എന്തെന്നാലും കപ്പലിൽ നിന്ന് പുറത്തിറങ്ങണമെന്നുള്ള കപ്പിത്താന്റെ നിർദ്ദേശം നറുക്ക് പല ഉരുയിട്ടിട്ടും യൂനുസ് നബി അലൈഹി ഇസ്ലാമയുടെ പേരാണ് വരുന്നത്. ആർക്കും അതിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല. യൂനുസ് നബി അലൈഹി ഇസ്ലാമയെ നറുക്കെടുപ്പിൽ വന്നിട്ട് കടലിലേക്ക് എടുത്തു ചാടുന്നതിന് വേണ്ടി. അങ്ങനെ യൂനുസ് നബി അലൈഹി ഇസ്ലാം തന്നെ എടുത്തു ചാടിയെന്നും അത് നേരെ ഒരു മത്സ്യത്തിന്റെ വയറ്റിലായിരുന്നു എന്നും 2-3 ദിവസം അവിടെ കഴിഞ്ഞുകൂട്ടി എന്നൊക്കെ തഫ്സീറിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഒരു മത്സ്യം തിന്നു കഴിഞ്ഞാൽ അത് ദഹിക്കും. പക്ഷേ അത് സംഭവിച്ചിട്ടില്ല. ഇരുട്ടുകൾക്കുള്ളിലായിരുന്നു, രാത്രിയുടെ ഇരുട്ടായിരുന്നു, അതേപോലെ തന്നെ കടലിന്റെ ഇരുട്ടായിരുന്നു, മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിലുള്ള ഇരുട്ടായിരുന്നു. അവിടുന്ന് മഹാനായ യൂനുസ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചു. ഫനാദാ ഫിദ്ദുലുമാത്, അന്ധകാരത്തിൽ നിന്ന്, ഇരുട്ടറകൾക്കുള്ളിൽ നിന്ന് മഹാനായ യൂനുസ് നബി അലൈഹി ഇസ്ലാം വിളിക്കുകയാണ്, അല്ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീ അല്ലാതെ ആരാധ്യനായി മറ്റാരുമില്ല. സുബ്ഹാനക്, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്.
ഇന്നി കുന്തു മിനദ്ദാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് റബ്ബേ എന്നെ ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ പ്രിയമുള്ളവരെ ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനക്ക് നാം ഉത്തരം നൽകി. വനജ്ജൈനാഹു മിനൽ ഗം, അദ്ദേഹം നേരിട്ട പ്രതിസന്ധിയിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അടിവരട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ, വിശ്വാസികളായിട്ടുള്ള ആളുകളെ, തൗഹീദുള്ള ആളുകളെ ഇപ്രകാരമാണ് നാം രക്ഷപ്പെടുത്തുന്നത്. ഒരു കാരണവശാലും രക്ഷപ്പെടുകയില്ലെന്ന് വിചാരിക്കുന്ന ഈ മത്സ്യത്തിന്റെ ഉള്ളിൽ നിന്ന് വിശ്വാസിയായതിന്റെ പേരിൽ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ, നിരാശയില്ലാതെ പ്രാർത്ഥനകൾ അള്ളാഹുവിലേക്ക് ഉയർന്നതിന്റെ പേരിൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, പ്രതിസന്ധിയുണ്ടോ? അള്ളാഹുവിനോട് അവന്റെ വഹ്ദാനിയത്തിനെ മുൻനിർത്തിക്കൊണ്ട്, അവന്റെ മഹത്വത്തെ മുൻനിർത്തിക്കൊണ്ട്, ഞാൻ പിന്നെ ഏറ്റവും ആക്രമിക്കപ്പെട്ടവനാണ് എന്ന് റബ്ബിനോട് പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനദ്ദാലിമീൻ എന്ന് പറഞ്ഞ് ഈ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടെന്നാണ് മുഫസ്സിരീങ്ങൾ ഇതിനെ വിശദീകരിക്കുന്നിടത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് നമ്മളെ വെലിഞ്ഞു മുറുക്കുന്ന പ്രതിസന്ധികളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, മാനസിക പിരിമുറുക്കങ്ങളുണ്ടോ? പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനദ്ദാലിമീൻ എന്ന് പറഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായമുണ്ടാകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അവിടെയും യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നുകൊണ്ടായിരുന്നു പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തൗഹീദുള്ള വിശ്വാസം ഉറപ്പിച്ചിട്ടുള്ള ആളുകളുടെ പ്രാർത്ഥനയെ റബ്ബ് സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അതേപോലെ തന്നെ സൂറത്ത് അംബിയായിലൂടെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മക്കളില്ലാതെ പ്രയാസപ്പെട്ട മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമയുടെ ചരിത്രമുണ്ട്. വസക്കരിയ ഇദ് നാദാ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിഥീൻ فاستجبنا له ووهبنا له يحيى واصلحنا له زوجه انهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين. സൂറത്തു അംബിയയിലെ 89-90 വചനം നോക്കൂ നിങ്ങൾ. വസക്കരിയ ഇദ് നാദാ റബ്ബഹു, സക്കരിയ നബി അലൈഹിസ്സലാം അവിടുന്ന് നിരാശയില്ലാതെ നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിച്ചു. തന്റെ വാർദ്ധക്യ സമയത്തും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇത്രക്കായില്ലേ, ഇനിയെങ്ങണ്ട, ഇനി കാത്തിരുന്നിട്ടും പ്രതീക്ഷിച്ചിരുന്നു വകുപ്പില്ലെന്ന് പറയുന്ന ആളുകൾക്കുള്ള ഉത്തരമാണ് പ്രിയമുള്ളവരെ. വാർദ്ധക്യ സമയത്തും സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി ലാ തദർനി ഫർദ, എന്നെ എന്ത് ചെയ്യരുത്, ഒറ്റക്കാക്കരുത് റബ്ബേ, എനിക്കൊരു അനന്തരനില്ലാതെ നീ എന്നെ ആക്കരുത് റബ്ബേ എന്ന് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. വഅൻത ഖൈറുൽ വാരിഥീൻ, അനന്തരാവകാശം എടുക്കുന്നവരിൽ ഏറ്റവും നല്ലവൻ റബ്ബേ നീയാണ്. എന്തുണ്ടായത്? ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി എന്നുള്ളതാണ്. വവഹബ്നാ ലഹു യഹ്യ, യഹ്യ നബി അലൈഹിസ്സലാമയെ നൽകി. വഅസ്ലഹ്നാ ലഹു സൗജഹു. നോക്ക്, ആ വാർദ്ധക്യ സമയത്ത് അല്ലെ, വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റെത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ത്രീ പ്രസവിക്കുക എന്നുള്ളത് അത് അസംഭവ്യമാണ് അല്ലെ. ആ സമയത്ത് പ്രസവിക്കാനുള്ള പ്രാപ്തയാക്കിയെന്നാണ് അള്ളാഹ് പറയാണ്. തന്റെ ഭാര്യയെ, സക്കരിയ നബി അലൈഹിസ്സലാമയുടെ ഭാര്യയെ പ്രസവിക്കാനുള്ള ഗർഭധാരണത്തിന് പ്രാപ്തയാക്കി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് തീരുമാനിച്ചാൽ ഇതൊക്കെ നടക്കും. അത് 100 വയസ്സായാലും ശരി, 150 വയസ്സായാലും ശരി, റബ്ബ് തീരുമാനിച്ചാൽ നടക്കും എന്നുള്ളതാണ്. എന്തുണ്ടായത്? അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തില്ലേ യഹ്യ എന്ന് പറയുന്ന പൊന്നുമോനെ, ഒരു നബിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഇബ്രാഹിം നബി അലൈഹിസ്സലാം സമാനമായ പ്രാർത്ഥന നടത്തി. തൻ്റെ 86-ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് മക്കളെ കൊടുക്കുന്നത്. അതുകൊണ്ട് 10, 20, 30 കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് ഇനി ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ഇനി എങ്ങണ്ട കുറേ ചെയ്തോക്കി, കുറേ ആൾക്കാരെ കണ്ടോക്കി, ഇനി കാണാനില്ല എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, അമ്പിയാക്കന്മാരുടെ ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നുണ്ടോ? ചോദിക്ക റബ്ബിനോട്. വിശ്വാസം ക്ലിയറാണ് എങ്കിൽ നിരാശപ്പെടാതെ, നിരാശയില്ലാതെ റബ്ബിനോട് ചോദിക്കാൻ തയ്യാറുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. പക്ഷേ നോക്കൂ നിങ്ങൾ, ഇവിടെ ഈ അമ്പിയാക്കന്മാരുടെ ഇത്രയും ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് 3 കണ്ടീഷനുണ്ട്. ആ 3 കണ്ടീഷൻ നമ്മൾ പാലിക്കാൻ തയ്യാറാകുകയാണ് എങ്കിൽ പ്രിയമുള്ളവരെ, ഏതേതു പ്രതിസന്ധിയുണ്ടോ റബ്ബിന്റെ
സഹായം ഉണ്ടാകും. വിശ്വാസം ക്ലിയർ ആണ് എങ്കിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കണ്ടീഷനുകൾ, അത് ആ 3 നിബന്ധനകൾ, 3 കാര്യങ്ങൾ അത് നമ്മൾ പാലിക്കാൻ തയ്യാറുണ്ടോ, റബ്ബിന്റെ സഹായം ഉണ്ടാകും. അള്ളാഹു എന്താ പറയുന്നത്? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഈ പറയപ്പെട്ട അമ്പിയാക്കന്മാരൊക്കെ എന്തായിരുന്നു? കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയിൽ ധൃതി കാണിക്കുന്നവരായിരുന്നു, നന്മയിൽ മത്സരിക്കുന്നവരായിരുന്നു. എന്തൊക്കെ നന്മകൾ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാൻ കഴിയുമോ, എന്തൊക്കെ നന്മകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ അതൊക്കെ ചെയ്തവരായിരുന്നു. അത് അങ്ങനെയുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെ അമലുകളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, കഴിയുന്നതൊക്കെ ചെയ്യുക, കുറേയൊക്കെ ചെയ്യുക, പിന്നിങ്ങനെ ഒരു അലസായിട്ട് അങ്ങനല്ല. എന്തൊക്കെ നന്മകൾ ചെയ്യാൻ കഴിയുമോ നന്മയിൽ മത്സരിക്കാൻ നമുക്ക് കഴിയണം. ഓരോ സുന്നത്തുകളും മുടങ്ങാതെ വിടാതെ ജീവിതത്തിൽ ചേർത്തു വെക്കാൻ നമുക്ക് കഴിയണം. ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയണം. എങ്കിൽ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതു പ്രതിസന്ധിയിലും നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ വയദ്ഉനനാ റഗബൻ വറഹബ, അള്ളാഹു പറയുകയാണ്, അവിടുന്ന് പേടിയും പ്രതീക്ഷയും കൊണ്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുമെന്നും റബ്ബിന്റെ നരകമുണ്ട് എന്ന പേടിയോടുകൂടിയും അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണ് എന്നും അള്ളാഹുവിന്റെ സ്വർഗമുണ്ട് എന്നുള്ള ആ പ്രതീക്ഷയോട് കൂടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ദുആ ചെയ്യാൻ കഴിയണം. അങ്ങനെയാണ് എങ്കിൽ റബ്ബിന്റെ സഹായം ഉണ്ടാകും. ഒരു സഹാബി മരിക്കാൻ കിടക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ലേ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ ശിക്ഷിക്കുമോ എന്നുള്ള പേടി എനിക്കുണ്ട്, അതോടൊപ്പം റബ്ബിന്റെ റഹ്മത്ത് എനിക്ക് കിട്ടുമെന്ന പ്രതീക്ഷയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മരണസമയത്ത് ഈ രണ്ടും ഒരാളിൽ ഒന്നിച്ചു വന്നാൽ അവന് സ്വർഗമുണ്ട് എന്ന്. അതുകൊണ്ട് പേടിയും പ്രതീക്ഷയും പ്രിയമുള്ളവരെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. വകാനൂ ലനാ ഖാശിഈൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമത്തെ പറഞ്ഞു, അവർ നമ്മോട് കീഴൊതുങ്ങിയവരായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് റബ്ബിന് കീഴ്പ്പെട്ട് ജീവിക്കുക, അള്ളാഹുവിന് പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുക. ഈ 3 നിബന്ധനകൾ നമ്മുടെ വിശ്വാസം ക്ലിയർ ആകുന്നതോടെ ഈ 3 നിബന്ധനകൾ നമ്മൾ പാലിക്കാൻ തയ്യാറുണ്ടോ? എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും ശരി പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് നേരിടുന്ന പ്രയാസങ്ങളിൽ നിരാശനാകേണ്ടവനല്ല ഒരു വിശ്വാസി. നേരെ മറിച്ച് അല്ലാഹു കാരുണ്യവാനാണ്, അള്ളാഹിന്റെ റഹ്മത്ത് എനിക്ക് ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. 39-ാം അധ്യായം സൂറത്തു സുമറിലെ 53-ാമത്തെ വചനം. ഖുൽ നബിയെ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അക്രമം ചെയ്തിട്ടുള്ള എൻ്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകേണ്ടതില്ല. റബ്ബിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? നിരാശരാകണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹ് എല്ലാ പാപങ്ങളും പുറത്തു തരുമെന്ന് നമ്മൾ പഠിപ്പിച്ചിരുന്നു. കുറേ തെറ്റുകൾ ചെയ്തു, അവസാനമാണ് ക്യാൻസർ ആണെന്ന് അറിയണത്. ഞാൻ കുറേ തെറ്റ് ചെയ്തു, ഇനി എന്താ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട്? നിരാശ വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപം പുറത്തു തരും, ഏതു പ്രതിസന്ധിയിലും നമ്മളെ സഹായിക്കും. ആ ഒരു വിശ്വാസത്തോടുകൂടി തൗഹീദ് ഉറപ്പിച്ചുകൊണ്ട് നിരാശയില്ലാതെ റബ്ബിനോട് പാപങ്ങൾ ഏറ്റുപറയാനും തൻ്റെ പ്രതിസന്ധികൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനും തയ്യാറുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമെന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ മക്കളെ, നമുക്കിപ്പോൾ ഒരു ഫോൺ കോൾ വരികയാണ്, മോനെ കാണാനില്ല, മോളെ കാണാനില്ല എന്നൊരു ഫോൺ കോൾ വരികയാണെങ്കിൽ എന്തായിരിക്കും നമ്മളെ മാനസികാവസ്ഥ? നാട്ടിൽ നിന്നൊരു കോള് വരികയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യൻ്റെ ഒരു കോള് വരികയാണ്, പ്രിയമുള്ളവരെ മോനെ കാണാനില്ല എന്ന് പറയുകയാണെങ്കിൽ പരിഭ്രാന്തിപ്പെടാൻ ഓരോടുക്ക പോകേണ്ടത് അല്ലേ? അത്രക്കും നമുക്ക് ഇഷ്ടപ്പെട്ടവരാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. പക്ഷേ ആ സമയത്തും നിരാശയില്ലാതെ മുന്നോട്ട് പോയ ഒരു പ്രവാചകന്റെ ചരിത്രമുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ പിതാവിൻ്റെ ചരിത്രം, യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രമുണ്ട്. യാ ബനിയ ഇദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീഹി വലാ തയഅസൂ മിൻ റൗഹില്ലാ ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാ ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. നോക്കൂ, നിങ്ങൾ മക്കളോട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ അന്വേഷിക്കണമെന്ന്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമയെയും തന്റെ സഹോദരനെയും അന്വേഷിക്കണമെന്നും അതേപോലെ തന്നെ ആശ്വാസത്തെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിരാശപ്പെടേണ്ടതില്ല. ആശ്വാസത്തെക്കുറിച്ച് നിരാശപ്പെടുക എന്നുള്ളത് അവിശ്വാസികളുടെ
പിന്നെ അവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ സ്വഭാവമാണ്, അല്ലെങ്കിൽ അവരുടെ പ്രകൃതിയാണ് എന്ന്. തൻ്റെ മകനെ നഷ്ടപ്പെട്ടപ്പോഴും നിരാശപ്പെടേണ്ടതില്ല എന്ന് പറയാൻ ഒരു വാപ്പക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിലുള്ള വിശ്വാസമാണ്, റബ്ബിലുള്ള പ്രതീക്ഷയാണ്. പ്രിയമുള്ളവരെ, ആ പ്രതീക്ഷയുണ്ട് നമുക്ക് റബ്ബിൽ. ഏതു പ്രതിസന്ധിയിലും എനിക്കെൻ്റെ റബ്ബുണ്ട് എന്ന പ്രതീക്ഷ നമുക്കുണ്ടോ? വല്ലാത്ത സാമ്പത്തികമായ പ്രതിസന്ധി നേരിടുമ്പോൾ എനിക്കെൻ്റെ റബ്ബുണ്ട് സഹായിക്കാൻ എന്നുള്ള പ്രതീക്ഷയുണ്ടോ? കുടുംബപരമായിട്ടുള്ള പ്രതിസന്ധിയുടെ തീച്ചൂളയിലൂടെ നമ്മൾക്ക് പോകുമ്പോഴും എൻ്റെ ഭാഗത്ത് ശരിയുണ്ട്, എൻ്റെ റബ്ബിൻ്റെ സഹായം എനിക്കുണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ടോ, പ്രതീക്ഷയുണ്ട് റബ്ബിൽ, എങ്കിൽ റബ്ബിൻ്റെ സഹായം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. അതിനെന്തു വേണം? വിശ്വാസിയായിരിക്കണം, മുഅ്മിനാകണം. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിൽ 139-ാമത്തെ വചനം. വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ എന്ത് ചെയ്തില്ല, നിങ്ങൾ ദൗർബല്യം കാണിക്കുകയോ അതേപോലെ തന്നെ ദുഃഖിക്കുകയോ ചെയ്യരുത്. വഅൻതുമുൽ അഅലൗൻ, നിങ്ങൾ തന്നെയാണ് ഉന്നതരെന്ന് അള്ളാഹു പറയാണ്. എങ്ങനെ? ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണോ നിങ്ങളാണ് ഉന്നതർ. നിങ്ങളെക്കാൾ മുകളിൽ ഒരാളുണ്ടാവില്ല. രാജ്യത്ത് മുസ്ലിമീങ്ങളെ വിറപ്പിക്കുന്നുണ്ട് എങ്കിൽ നിരാശപ്പെടേണ്ടതില്ല വിശ്വാസികൾ. നമ്മൾ വിശ്വാസികളാണോ റബ്ബിൻ്റെ സഹായമുണ്ടാകും. ഇതിനേക്കാൾ വലിയ നിയന്ത്രിക്കുന്നവൻ, അടക്കി ഭരിക്കുന്ന ഒരു നാഥനുണ്ട്. ആ റബ്ബിൻ്റെ സഹായം വിശ്വാസി എന്നുള്ള നിലക്ക് എനിക്കുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ കിടക്കണം. അൻതുമുൽ അഅലൗൻ, നിങ്ങളാണ് ഉന്നതരെന്ന് അള്ളാഹ് നമുക്ക് നൽകുന്ന ഉറപ്പാ. പക്ഷെ കണ്ടീഷൻ പറഞ്ഞു, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ. അതുകൊണ്ട് വിശ്വാസത്തിൽ അതിൽ ഒരു നിലക്കും ശിർക്ക് വരാതെ വിശ്വാസം ക്ലിയറാക്കിക്കൊണ്ട് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇത്തരം നൽകുന്ന വാഗ്ദാനങ്ങളുണ്ട്. റബ്ബിനോട് നമ്മൾ സാമീപ്യം പുലർത്താൻ നമ്മൾ തയ്യാറാകുകയാണ് എങ്കിൽ നിർഭയത്വത്തോടുകൂടി സമാധാനത്തോടുകൂടി ദുഃഖിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയും. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. 10-ാം അധ്യായം സൂറത്ത് യൂനിസിലെ 62-63 വചനങ്ങളാണ്. അലാ അറിയുക, ഇന്ന ഔലിയാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ പേടിക്കേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല. അവരെങ്ങനെയുള്ളവരാണ്? അല്ലദീന ആമനു, അവർ വിശ്വസിച്ച ആളുകളാണ്, വിശ്വാസികളാണ്. വകാനൂ യത്തഖൂൻ, അവർ സൂക്ഷ്മത പുലർത്തുന്നവരാണ്, റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യും, ഹറാമുകൾ പുറത്ത് ഇങ്ങനെ ചെയ്യും, തന്നിഷ്ടങ്ങൾക്ക് പോവുകയും ചെയ്യും. എന്നിട്ട് നിരാശപ്പെടും, അള്ളാഹിനോട് കുറെ പറയും. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ന്യൂനതകളും പുഴുക്കുത്തകളുമായിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ച് പ്രിയമുള്ളവരെ കാര്യമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനോട് വിശ്വാസം ക്ലിയറാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും ഹറാമുകളും തിന്മകളും മാറ്റിവെച്ചുകൊണ്ട് വിശ്വാസം ക്ലിയറാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ഏത് പ്രതിസന്ധികളുണ്ടോ നിരാശപ്പെടാതെ, നിരാശയില്ലാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടോ, അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇവിടെ യൂനുസ് നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രം പറയുമ്പോൾ കൂട്ടിച്ചേർക്കേണ്ട ഒരു സംഗതി, യൂനുസ് നബി അലൈഹിസ്സലാം താൻ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം അത് പാതി വഴിയിൽ അവസാനിപ്പിച്ച് മുന്നോട്ട് പോയി. അവിടെയാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണം ഉണ്ടായത്. അവിടെ പല ആളുകളും അതിനെ തെറ്റായിട്ട് യൂനുസ് നബി അലൈഹി സ്വലാം ഉത്തരവാദിത്തം നിർവഹിക്കാത്തവനാണ് എന്നൊരു ചിന്ത വരുന്നുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു, യൂനുസ് നബി അലൈഹി സ്വലാമയെ കുറിച്ച് അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല എന്നുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു നമുക്ക് കാണാൻ കഴിയും. അത് റബ്ബിൻ്റെ തീരുമാനമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറാണ്. അപ്രകാരമാണ് അത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ നോക്കിക്കാണണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് പിന്നെ അടിക്കടി ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിരാശരാകാതെ അള്ളാഹുവിലെല്ലാം ബരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. പ്രയാസങ്ങൾ നീങ്ങുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും. അത്തരം റബ്ബിൻ്റെ സഹായങ്ങൾ പെയ്തിറങ്ങുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.